പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച സബ്സിഡി തുക ഉപയോഗിച്ച് വാങ്ങിയ നെൽവിത്ത് മറിച്ചുവിറ്റതായി ആരോപണം. കോട്ടയം നീണ്ടൂർ പഞ്ചായത്തിലാണ് സംഭവം. ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നതായും സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീണ്ടൂർ പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖരങ്ങളും തരിശുരഹിതമാക്കുന്നതിന് വേണ്ടിയാണ് നെൽകൃഷിക്ക് സഹായമെന്ന നിലയിൽ നെൽവിത്ത് സബ്സിഡി നൽകി വരുന്നത്. 1 കിലോയ്ക്ക് 40 രൂപയാണ് നെൽവിത്തിന്റെ വില. ഇതിൽ 31 രൂപ പഞ്ചായത്ത് സബ്സിഡിയായി നൽകുന്നുണ്ട്. വിത്തിന് കിലോയ്ക്ക് 9 രൂപ മാത്രമാണ് കർഷകർക്ക് ചെലവാകുന്നത്. 2025-26 വർഷത്തെ പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ചില പാടശേഖര സമിതികളും കർഷകരും കൃഷി നടത്തുന്ന പാടശേഖരത്തിന്റെ വിസ്തൃതി പെരുപ്പിച്ചു കാട്ടി സബ്സിഡി നിരക്കിൽ വിത്ത് വാങ്ങിയ ശേഷം മറിച്ചു വിറ്റുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൈപ്പുഴയിൽ 260 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിന് വിത്ത് വാങ്ങിയ ശേഷം 83 ഏക്കറിൽ മാത്രം കൃഷി നടത്തുകയും ബാക്കി വിത്ത് മറിച്ചു വിറ്റു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അവർ 260 ഏക്കർ കൃഷി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് നെൽവിത്ത് മേടിച്ചുകൊണ്ട് പോയി. പക്ഷേ അവർ വിതച്ചിരിക്കുന്നത് 83 ഏക്കർ മാത്രമാണ്. അപ്പോൾ ആ വിവരം ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്ത് അതിനുശേഷം പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടി അന്ന് ചർച്ച ചെയ്തപ്പോൾ കൃഷി ഓഫീസറെ വിളിച്ചു വരുത്തി. കൃഷി ഓഫീസർ വന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ അവർ തെറ്റ് അംഗീകരിച്ചു. അവരെ കൊണ്ട് പൈസ തിരിച്ചടപ്പിക്കാമെന്ന് പറഞ്ഞു. കൃഷി ഓഫീസറുടെ അന്വേഷണത്തിൽ തിരിമറി നടന്നതായി കണ്ടെത്തുകയും തട്ടിപ്പ് നടത്തിയവരെ കൊണ്ട് പണം തിരികെ അടപ്പിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ പാടശേഖരങ്ങളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നറിയുന്നതിനായി വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വിഷയം ഭരണസമിതി വോട്ടിനിട്ട് തള്ളി. ഞങ്ങളുടെ ആവശ്യം ഇത് ശരിക്കും അന്വേഷിക്കണം. ഇതിൻ്റെ പ്രയോജനം ഈ സാധാരണ കർഷകർക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. ഇതൊരു ലോബിയാണ്. ഈ ലോബിയുടെ കൈകളിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. വിജിലൻസ് അന്വേഷണത്തെ പഞ്ചായത്ത് ഭരണസമിതി ഭയക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. നീണ്ടൂർ പഞ്ചായത്ത് പരിധിയിലെ ചില പാടശേഖരങ്ങൾ ചില വൻകിട ലോബികളുടെ കൈകളിലാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം.